നമസ്കാരം. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നിൽക്കുകയാണ് നമ്മളിപ്പം. സമയം രാവിലെ ഒരു 6:10 കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വേണേൽ കാണാൻ, അതൊരു റിക്വസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് നമ്മുടെ സ്വന്തം ഗുരുവായൂരിൽ നിന്നാണ്. ഗുരുവായൂർ ഫ്രണ്ടിലത്തെ ഈ കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടതേ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് നമ്മുടെ 2 വീലർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. മഴയൊന്ന് ചെറുതായി തോന്നു നിൽക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാം. വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടോ ചെറുതായിട്ട്. അപ്പോൾ ഇതേ നമ്മൾ നേരെ സ്റ്റേഷനകത്തോട്ട് കയറിയിട്ടുണ്ട്. കയറുന്ന ഭാഗത്ത് ഓപ്പോസിറ്റ് കാണുന്ന ട്രെയിനിലാണ് നമ്മുടെ യാത്ര, അതൊക്കെ പറയാം. അതേ ഭാഗത്ത് തന്നെ ഇടതേ ഭാഗത്തായിട്ട് നമുക്ക് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും കാണാൻ സാധിക്കുന്നതാണ്. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതേ സമയം കാണാം. 6:17 ആവുന്നതേ ഉള്ളൂ. വലതുഭാഗത്തായിട്ട് ഒരു ATM നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് പോകുന്ന ട്രെയിനെ പരിചയപ്പെടാം. ട്രെയിൻ നമ്പർ 06439 ഗുരുവായൂർ എറണാകുളം എക്സ്പ്രസ് സ്പെഷ്യലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. എല്ലാ ദിവസവും രാവിലെ 6:50 ഗുരുവായൂരിൽ നിന്ന് എടുക്കുന്ന ഈ ട്രെയിൻ 97 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഒരു 9:30 നമ്മുടെ എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ ഈ ട്രെയിനിലാണ് നമ്മുടെ യാത്ര. നമ്മൾ ഈ ട്രെയിനിൽ തൃശ്ശൂർ വരെ യാത്ര ചെയ്യുന്നുള്ളൂ. തൃശ്ശൂരിൽ നിന്ന് തിരിച്ച് കൊല്ലത്തോട്ട്, അതായത് എൻ്റെ നാട്ടിലോട്ട് പോകാൻ നമ്മൾ വേറെ ട്രെയിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 ട്രെയിൻ ജേണിയും ഈ ഒരൊറ്റ വീഡിയോ തന്നെ കാണാം. ഇതേ കണ്ടില്ലേ, ഒരുപാട് റൈഡ് ഷെയർ, ഒരുപാടല്ല കുറച്ച് റൈഡ് ഷെയറിംഗ് ഒക്കെ ഉള്ള ഒരു പാസഞ്ചർ ട്രെയിനാണിത്. പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെ നിങ്ങൾക്ക് ഇതേ പ്രതീക്ഷാലയം കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ വെയിറ്റിംഗ് റൂം നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഉള്ളൊരു വെയിറ്റിംഗ് റൂമാണ് നമ്മുടെ ഗുരുവായൂരിലെ വെയിറ്റിംഗ് റൂം. പിന്നെ അകത്ത് ബാത്റൂം കാര്യങ്ങളൊക്കെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അതായത് നമ്മുടെ ATMും ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ള ഒരു ഭാഗത്ത് കാണിക്കേണ്ട ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ക്ലോക്ക് റൂമാണ്. കയറുന്നിടത്തായിട്ട് തന്നെ ക്ലോക്ക് റൂം ഉണ്ടായിരുന്നു, കാണിക്കാൻ വിട്ടുപോയതാണ്. സ്പോട്ട് മനസ്സിലായോ? ടിക്കറ്റ് കൗണ്ടറിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട്. നമ്മളിപ്പോൾ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിൻ അകത്താണ് നിൽക്കുന്നത്. ഇനി ഈ ട്രെയിനിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. സീറ്റ് കാര്യങ്ങളൊക്കെ, നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന കോച്ചസ്, പൊതുവേ കേരളത്തിലെ പാസഞ്ചേഴ്സ് ട്രെയിൻസൊക്കെ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. സീറ്റും കാര്യങ്ങളൊക്കെ അത് ഇവിടെയും തെറ്റിച്ചിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള കോച്ചസാണ്. ചാർജിങ് ബോർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ലേ. നമുക്ക് യാത്ര തുടങ്ങാനുള്ള സമയമായി വരുന്നുണ്ട് കേട്ടോ. കറക്റ്റ് 6:50 തന്നെ നമ്മുടെ ട്രെയിൻ എടുക്കും. ഓൺ ടൈമിൽ തന്നെ ഇവിടുന്ന് എടുക്കും. ഞാനെന്താ പറഞ്ഞത്, ഇതേ കണ്ടില്ലേ, കറക്റ്റ് 6:50 തന്നെ നമ്മുടെ ട്രെയിൻ ഇവിടുന്ന്, അതായത് ഗുരുവായൂരിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂർ വരെ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 10 രൂപയാണ് കേട്ടോ. ഒരൊറ്റ സ്റ്റോപ്പ് പൂങ്കുന്നം കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ നമ്മൾ ഇറങ്ങുവാണ്. അതേപോലെ ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 06438 ആയിട്ട് എല്ലാ ദിവസവും രാവിലെ 6:10 നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഗുരുവായൂർ ഒരു 8:45 എത്തിച്ചേരും കേട്ടോ. അപ്പോൾ ഞാൻ തൃശ്ശൂർ ഇറങ്ങാനുള്ള മെയിൻ കാരണം, അതായത് ഇന്നത്തെ ഈ ട്രെയിൻ ഗുരുവായൂർ എറണാകുളം വരെയുള്ള ഈ എക്സ്പ്രസ് ഫുൾ ട്രെയിൻ ജേണി നിങ്ങളെ കാണിക്കാൻ എന്നുള്ളൊരു പ്ലാൻ വരായിരുന്നു ഇവിടെ എത്തുന്നത് വരെ തീരുമാനിച്ചത്. പക്ഷേ പ്ലാൻ മാറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യണമെന്ന്. അപ്പോൾ ആ ട്രെയിൻ ഇങ്ങനെ 2 മണിക്കൂർ എത്രയോ മണിക്കൂർ ലേറ്റായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ ഈ ട്രെയിനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ട്രെയിൻ തൃശ്ശൂരിൽ നിന്ന് കിട്ടും. അതേത് ട്രെയിനാണ് ഞാൻ തൃശ്ശൂർ എത്തിയിട്ട് നിങ്ങൾക്ക് പറയാൻ കാണിച്ചൊക്കെ തരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടും എന്നുള്ളൊരു ഇത് ഒരൊറ്റ ഉറപ്പുണ്ടായതുകൊണ്ടാണ് തൃശ്ശൂർ ഇറങ്ങിയിട്ട് നമ്മൾ ആ ട്രെയിനിൽ കയറി കൊല്ലത്തോട്ട് പോകാം എന്ന് ഞാൻ തീരുമാനിച്ചത്. എന്തായാലും 2 ട്രെയിനിൻ്റെ ജേണീസും ഈ ഒരൊറ്റ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. തൽക്കാലം നമുക്ക് തൃശ്ശൂർ പൂങ്കുന്നം ഒക്കെ കഴിഞ്ഞ് തൃശ്ശൂർ വരെയുള്ള യാത്രയൊക്കെ കണ്ടൊക്കെ പോവാം. അതേപോലെ തന്നെ ഞാൻ ഗുരുവായൂരോട്ട് വന്ന വീഡിയോയെ, നമ്മുടെ കൊല്ലത്തുനിന്ന് ഗുരുവായൂർ വരെ വന്ന ഒരു ട്രെയിൻ ജേണി ഗുരുവായൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിലാണ് വന്നത്, ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ താഴെ ഒന്ന് കൊടുത്തിരിക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം. അപ്പോൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത് കിടക്കുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തിട്ടേക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. ഇനി കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ പോവാം.
രാവിലെ കുറേ മുട്ടം ഫ്ലാറ്റുകളൊക്കെ കണ്ടാ പോകുന്നത്, കണ്ടില്ലയോ? ഞാൻ വന്നതൊരു തിങ്കളാഴ്ചയായിരുന്നു കേട്ടോ, ഗുരുവായൂർ. അതുകൊണ്ട് വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ദർശനമൊക്കെ ഒരു 4:30 മുമ്പ് തന്നെ കഴിഞ്ഞു, വെളുപ്പിന്. ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും തിങ്കളാഴ്ച ആയതുകൊണ്ട് വളരെ തിരക്ക് കുറവായിരുന്നു. തിങ്കളാഴ്ചയല്ല, ചൊവ്വാഴ്ച വെളുപ്പിന്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 5:50 ഗുരുവായൂർ നടക്കുന്ന മധുരൈ വണ്ടിക്ക് കയറി കൊല്ലത്ത് ഇറങ്ങാവുന്നതേ ഉള്ളായിരുന്നു. ആ ഒരു സമയത്തോട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു. പിന്നെ എന്തോ ഈ ഒരു പാസഞ്ചർ ട്രെയിൻ കാണിക്കണമെന്നായിരുന്നു ആദ്യത്തെ പ്ലാൻ, ഗുരുവായൂർ ടു എറണാകുളം. ഇതേപ്പോൾ പൂങ്കുന്നം സ്റ്റേഷനൊക്കെ ആയിട്ടുണ്ടേ. എന്തായാലും അതും നടന്നില്ല, ഗുരുവായൂർ എറണാകുളം. കാരണം തൃശ്ശൂരിൽ നിന്ന് നമുക്ക് ആ ട്രെയിനിൽ കയറി ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാനുള്ളൊരു മോഹം കൊണ്ടേ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ എപ്പോഴെങ്കിലും തീർക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു ഭംഗിയുണ്ട് പൂങ്കുന്നം സ്റ്റേഷൻ കാണാൻ, അങ്ങായിട്ട് കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ. അപ്പം സമയം ഒരു 7:10 ആയി വരുന്നുണ്ടേ, 7:10 കഴിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയത്ത് ഈ ഭാഗത്തൂടെ ഒരു ട്രെയിൻ ക്രോസ് ചെയ്തു പോകും. ആ ട്രെയിൻ ഏതാണെന്ന് നമ്മുടെ റെയിൽ ഫാൻസിനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. ട്രെയിൻ ഇപ്പോൾ വരും. സമയം ഒരു 7:15 രാവിലെ. തൃശ്ശൂർ പൂങ്കുന്നം ക്രോസ് ചെയ്തിപ്പോൾ പോവും ആ ട്രെയിൻ. ഇതേ നമ്മുടെ ചേച്ചി അവിടെ നിൽക്കുന്നുണ്ടോ, ദാ ട്രെയിൻ ദാ പോകുന്നുണ്ട്. അപ്പോൾ ഇതേത് ട്രെയിനാണ് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ റെയിൽ ഫാൻസിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ക്വസ്റ്റ്യനാണ്. വേണമെങ്കിൽ ഗസ് ദ ട്രെയിൻ എന്നൊക്കെ കൂട്ടിക്കോ. ദേ ഈ പോയവൻ ആരാണ് എന്നുള്ളത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. നമ്മുടെ യാത്ര അങ്ങനെ വീണ്ടും തുടരുകയാണ്. അങ്ങനെ നമ്മളതേ തൃശ്ശൂരെത്തി. രാവിലെ ചെറിയ രീതിയിൽ തിരക്കായിട്ടൊക്കെ ഇങ്ങനെ തൃശ്ശൂർ നിൽക്കുകയാണ്. ആൾക്കാരൊക്കെ ഉണ്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ. ഏഴ് 19 സമയം രാവിലെ. നമ്മളപ്പോൾ തൃശ്ശൂരിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് പോകാനുള്ള ട്രെയിൻ 8 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തത്തേ ഉള്ളൂ കേട്ടോ. തൃശ്ശൂർ വരുമ്പോൾ ഒന്ന് ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോകണം. വെയിറ്റിംഗ് റൂമിലൊക്കെ കയറി ഒന്ന് ഫ്രഷപ്പൊക്കെ ആയി നിൽക്കാം. നമ്മൾ വന്ന ട്രെയിൻ ദേ കിടക്കുന്നു. പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മൾ വന്നത്. നമ്മളെ കൊണ്ടാക്കിയിട്ട് നമ്മുടെ ട്രെയിൻ പോകുന്നു. ദേ പോന്നു പോയി. ഇത് നമ്മുടെ മംഗള ലക്ഷദ്വീപാണ് കേട്ടോ. ഇപ്പം മൺസൂണിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ടൈം മാറ്റിയായിരുന്നല്ലോ. ഇവിടെ തൃശ്ശൂർ വന്നിരിക്കുക. എൻ്റെ പൊന്നു ഗായ്സ്, ഒന്നും പറയണ്ട, മുട്ടം പണി കിട്ടി. മുട്ടം പണിയെന്ന് പറഞ്ഞാൽ മുട്ടം പണി. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ലേ തൃശ്ശൂർ വന്നിട്ട് ഞാനൊന്ന് വെയിറ്റിംഗ് റൂമിൽ കയറുമെന്ന്. കയറിയപ്പോഴത്തേക്ക് അതിനകത്ത് ആളുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ഈ വാച്ചും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഊരി വെച്ചിട്ട് ഇങ്ങനെ പോയതാണ്. അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയൊന്ന് വാഷൊക്കെ കഴിഞ്ഞ് വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടൊന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഈ ട്രെയിൻ അവിടെ വന്ന്.
അനൗൺസ്മെൻറ്റ് കേൾക്കുന്നു. ജസ്റ്റ് മിസ്സിനാണ് കയറിയത് വണ്ടിക്കകത്ത്. വണ്ടി എടുക്കാൻ നേരത്ത് ഓടിയൊക്കെ കയറി, ഒന്നും പറയാനില്ല. എന്തായാലും ഒരുപാട് സ്പീഡിലല്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളായിരുന്നു, അപ്പോഴാണ് ചാടി കയറിയത്. വണ്ടിയുടെ ഇൻട്രോയോ കാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റിയില്ലല്ലോ ഗായ്സ്. ഇതേത് ട്രെയിനിലാണ് നമ്മളിപ്പോൾ യാത്ര എന്നറിയാം? ഒരു വൽഗുരുത് വണ്ടി കേട്ടോ. നമ്മുടെ ട്രെയിൻ നമ്പർ 124 കൊച്ചുവേളി വീക്ക്ലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിൽ, അതായത് അമൃത്സറിൽ നിന്ന് കൊച്ചുവേളി പോകുന്ന ട്രെയിൻ. ഈ ട്രെയിൻ തന്നെ 124-83 കൊച്ചുവേളിയിൽ നിന്ന് അമൃത്സർ പോകുന്നൊരു വീക്ക്ലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സാണ്. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇതിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊന്ന് യാത്ര ചെയ്യണമെന്നേ. ഞാൻ ഇതിനെ പറ്റിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ജനറൽ ഭയങ്കര പരിതാപകമാണ് എന്ന് കമൻറ്റ് ഇട്ടായിരുന്നു. ഞാനൊരു കാണിച്ചു തരാം. അവർ പറയുന്നതിനോട് നല്ല രീതിയിൽ ഞാൻ പൊരുത്തപ്പെടുന്നുണ്ട്. ഒട്ടും വൃത്തിയില്ലാത്തൊരു ട്രെയിനാണ്, ഒട്ടും. ഞാൻ ഇതേ ട്രെയിനിൻ്റെ ഒരു വീഡിയോ ഷോർട്സ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാത്റൂമിൻ്റെ സീൻസും കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായി കാണിച്ചുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. പരിതാപകരമായ ഒരു യാത്ര തന്നെയാണ്. പിന്നെ നോർത്തിലോട്ടുള്ള യാത്രകൾ എപ്പോഴും ഇങ്ങനെയൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്താൽ മതി എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നിരുന്നാലും ഇത് ഭയങ്കര സ്മെല്ലും, നല്ല സ്മെല്ലും, തീരെ വൃത്തിയില്ല, ഒട്ടും ഹൈജീനല്ല, ഒരു മാറ്റവും ഇല്ല. സ്വച്ഛ് ഭാരതൊക്കെ എന്തോ പ്രധാനമന്ത്രിയുടെ. പിന്നെ ട്രെയിനെ കുറ്റം പറയലടാ, ട്രെയിനിലെ യാത്രക്കാർ എന്ന് ഞാൻ അവസംബോധന ചെയ്യുന്നത് മലയാളികളെ അല്ല. എന്ന് വെച്ച് മലയാളികൾ നല്ലത് എന്നല്ല ഞാൻ പറയുന്നത്. ഇത് കൂടുതലും വൃത്തിയേടാക്കുന്നത് നോർത്താണ്. ഇതിനകത്ത് ഇരിക്കുന്നവന്മാർ മൊത്തം ഉമാരെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എനിക്ക് കേട്ടോ. പിന്നെ ഇതിൻ്റെ ടീറ്റിനൊക്കെ തള്ളിയിട്ടാണെങ്കിൽ എന്നെ വണ്ടിയും തള്ളിയിട്ട് കഴിഞ്ഞാൽ എന്തായും? ഇമാരെല്ലാം എപ്പോഴും സിഗരറ്റ് വലിയും വീഡിയോ നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ നോർത്ത് ഇന്ത്യൻസിന്, അല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നവരെ നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. എന്തായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി പോയി കേട്ടോ ഈ ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് യാത്ര. ഇതേ വീണ്ടും ഒരു ട്രെയിൻ പോകുന്നു. ഇതും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തിരിക്കുകയാണ്. ഗസ് ദ ട്രെയിൻ, റെയിൽ ഫാൻസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഗസ് ചെയ്യുക. പിന്നെ ഈ ട്രെയിനിൻ്റെ കാര്യം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ ഭയങ്കര അവസ്ഥയാണ്. ജനറൽ കമ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ. മാസ്ക് ഇല്ലാവുന്ന ഇതിനകത്ത് യാത്ര ചെയ്തത്. എന്തോ ഭാഗ്യം എൻ്റെ മാസ്ക് ഉണ്ടായിരുന്നു, ഞാൻ മാസ്ക് ഇട്ടൊക്കെ ഇരിക്കുക. ഇതേ പോയി ആ ട്രെയിനും. ഇതിനകത്തിരുന്ന് എങ്ങനെ ആൾക്കാർ യാത്ര ചെയ്യുന്നതെന്ന് എനിക്കറിയാൻ വയ്യ, ഒരു പിടിയും കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഞാൻ ആ ഷോർട്ട് വീഡിയോ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളമാണെന്ന്. ഈ ഒരു ട്രെയിൻ മാത്രം ഇത്രയും വൃത്തികെട്ട ട്രെയിനാണെന്ന് ഞാൻ പറയത്തില്ല. നമ്മളെ ധനുബാദുണ്ട്, പിന്നെ ഈ പറയുന്ന കണക്ക് വിവേക് എക്സ്പ്രസിൻ്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, അതാണ് നമ്പർ 1. പിന്നെ ഈ പട്ന സൂപ്പർ ഫാസ്റ്റ്, പിന്നെ റെപ്തി സാഗർ, പിന്നെ ഏതെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അങ്ങനെ ഒരുപാട് ട്രെയിനുകളുണ്ട്. ആ ഒരു ട്രെയിനിൻ്റെ കൂട്ടത്തിലും ഈ ഒരു ട്രെയിൻ മസ്റ്റായിട്ട് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ട്രെയിനൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് യാത്രക്കാർ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സേഫും അല്ല, ഒന്നുമല്ല, ഒരു സീനും കാണും. ഇതിനകത്ത് എന്തൊക്കെ സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല. TT ഒക്കെ പിന്നെ മഷി ഇട്ടൊക്കെ പോലും, ഞാൻ ഇതുവരെ TT ഈ ഭാഗത്ത് പോലും കണ്ടിട്ടില്ല. ഞാൻ കേരളത്തിനകത്താണ്, അത് നിങ്ങൾ ആലോചിക്കുക. TT ഈ ഭാഗത്ത് എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സ്ലീപ്പർ കോച്ചിൽ പോയായിരുന്നു, അവിടെ എവിടെയൊക്കെ പോയിട്ട് വന്നായിരുന്നു. എല്ലാം എന്താ പറയുന്ന മോശമാണ്. ഇവന്മാർ ഇതിനകത്തിരുന്ന് ലൈവായിട്ട് ബീഡിയും ഇതൊക്കെ വലിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, കാരണം അവന്മാരെ കാണിച്ചുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇവന്മാരെ ഒരു സ്വഭാവത്തിന് ഇവന്മാർ നമ്മളെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കഴിഞ്ഞാൽ എന്തോ ചെയ്യും? TTനൊക്കെ തള്ളിയിട്ട് കൊന്ന സംഭവം ഉണ്ടായി. 2-3 ദിവസം അത് കൂടിപ്പോയ ഒരു വാർത്തയായി. പിന്നീട് ആരെങ്കിലും അതിനെപ്പറ്റി ഓർത്തോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. ഓരോ രാജ്യവുമായിട്ട് കമ്പയർ ചെയ്യല്ല, എന്നാലും ജപ്പാൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു വികസനവും കാര്യങ്ങളും, ഈ റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു സങ്കടമാണ് നമ്മുടെ കാര്യം ആലോചിക്കുമ്പോൾ. ഇനി എത്ര വന്ദേ ഭാരത് നമ്മൾ കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും സാധാരണക്കാർക്ക് സേഫായിട്ട് യാത്ര ചെയ്യാനും എന്ന് പറയുന്ന വൃത്തി എന്ന് പറയുന്നൊരു കാര്യം മെയിനായിട്ട് വേണമല്ലോ ട്രെയിനിൽ. യാത്രക്കാരുടെ പ്രശ്നമാണ് എന്നും പറയുന്നും കുറേ ആൾക്കാർ വരുന്നുണ്ട്. എന്നിരുന്നാലും എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഗൈസ്. അതായത് നോർത്ത് ഇന്ത്യൻസിനെ അല്ലെങ്കിൽ അതിഥി തൊഴിലാളികളെന്ന് സംബോധന ചെയ്യുന്നവരെ, കേരളത്തിൽ വരെ അവർക്ക് വേണ്ടിയിട്ട് മനുഷ്യാവകാശ എന്തോ സംഭവവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെ മാത്രം കുറ്റം പറയുന്നതിന് അവർ നാട്ടിൽ കിടന്ന് ജോലി ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ സത്യമാണല്ല. പക്ഷെ ഇതിനൊരു വലിയ പാർട്ട് അവർ തന്നെയാണ്. ഈ വൃത്തിയില്ലായ്മ, ഈ ട്രെയിനിലെ ഈ വൃത്തിയില്ലായ്മ എന്നുള്ളതിന് വലിയ പാർട്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഇതേ കണക്കത്തുള്ള നോർത്ത് ട്രെയിനുകളിൽ യാത്ര ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കണ്ണിൽ അത് മനസ്സിലാവും ആരാണ് ഇങ്ങനെ ഇത്രയും വൃത്തികേടാക്കുന്നത്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. നമ്മൾ സ്ഥിര യാത്രക്കാരായതുകൊണ്ട് നമുക്കറിയാം ഇവന്മാരെ ഇങ്ങനെ കാണിക്കുന്നത്, ഈ വിമല് ചവച്ച് തുപ്പിയിടുന്നതും ഈ ബീഡി വലിച്ച് ഇതിനകത്ത് മൊത്തം കുന്നുകൂട്ടിയിരിക്കുന്നത് എല്ലാം വിശദമായിട്ട് ഞാൻ ആ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. ആഗ്രഹം അങ്ങ് തീർന്നു ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യണമെന്നുള്ളത്. ഇനി ജന്മത്തില്ല ഈ ട്രെയിനകത്ത്.
അത്രയ്ക്കും ഒരു ട്രെയിനിൽ കയറിയപ്പോൾ കൊൽക്കത്തയിലെത്തിയ ഒരു ഫീലായിരുന്നു. എങ്ങനെയെങ്കിലും കൊല്ലം എത്തിക്കൊള്ളാൻ വയ്യ. 1-2 മലയാളികളൊക്കെ അങ്ങുമായിട്ട് ഈ ട്രെയിനിലുണ്ട് കേട്ടോ. എല്ലാവരും ഭയങ്കര ശോകം അടിച്ച് ഇങ്ങനെ ഇരിക്കുക ഈ ട്രെയിനിൽ. ഈ ട്രെയിനിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഏതാ നമ്മുടെ കൊച്ചുവേളി അമൃത്സർ വീക്കിലി വണ്ടിയിൽ സൂപ്പർ ഫാസ്റ്റ്. ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ ട്രെയിനിൻ്റെ അവസ്ഥ കണ്ടോ? ഈ ട്രെയിനിൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ പറഞ്ഞായിരുന്നു ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതിൻ്റെ അവസ്ഥയും കാര്യങ്ങളെന്നൊക്കെ. പിന്നെ ധനബാദാണ് പറഞ്ഞത് അടുത്തത്. ഇനി അതിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊന്ന് കയറണം അടുത്ത എവിടെയെങ്കിലും. ധനുബാദ് ആലപ്പുഴയിൽ നിന്ന് എടുക്കുന്ന ആ ട്രെയിനിൽ യാത്ര ചെയ്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തണേ. ഈ ട്രെയിനിൽ കയറണ്ടായിരുന്നു ഗൈസ്. ആ എറണാകുളം വരെ നമ്മളെ പാസഞ്ചർ എടുത്തു കഴിഞ്ഞിട്ട് എറണാകുളത്ത് നിന്ന് ഏതെങ്കിലും നല്ല വണ്ടി വല്ല മെമു ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം എറണാകുളത്ത് കറങ്ങി അടിച്ചിട്ട് ആ മെമുവിലെങ്ങനെ കയറി നാട്ടിൽ വന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ ഒരു ആവേശത്തിൻ്റെ മേളിൽ കയറിപ്പോയി. എല്ലാ അബദ്ധം മൊത്തം അബദ്ധങ്ങളായിരുന്നു. വെയിറ്റിംഗ് റൂമിൽ കയറി പോസ്റ്റായി, ട്രെയിൻ വന്ന് അനൗൺസ് ചെയ്ത് വണ്ടി അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഓടി കയറേണ്ടി വന്നു. ഒന്നും പറയാനില്ല. നല്ല രസമുണ്ടല്ലേ ഇത്? പെട്രോൾ എങ്ങനെങ്കിലും അങ്ങ് കൊല്ലം എത്തിയാൽ മതി. ഇറങ്ങി ഓടാൻ തോന്നുന്നു ട്രെയിനിൽ നിന്ന്. ഞാനെടുത്ത ഡിസിഷൻ്റെ കുഴപ്പമാണ്. എൻ്റെ തീരുമാനം തെറ്റായിപ്പോയി. പിന്നെ ഇതും ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് കൂട്ടാം. പറഞ്ഞതുകൊണ്ട് എനിക്ക് 1-2 ആൾക്കാരെ അറിയിക്കാൻ പറ്റി എന്നുള്ളൊരു സമാധാനമുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വല്ല ഫാമിലിയൊക്കെ ഇതിനകത്ത് കയറി ലോങ്ങൊക്കെ പോകേണ്ടത്. നമ്മൾ മലയാളി അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ സാധാരണക്കാർക്ക് നമുക്കിപ്പോൾ ലോങ് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മുടെ ഒരു വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് റെയിൽ മാർഗം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും പരിതാപകരം ആകുമ്പോൾ ഒന്ന് ആലോചിക്കുക. ഒരു സേഫ്റ്റി ഇല്ല, ശുചിത്വമില്ല, ഒന്നുമില്ല. എന്തടിസ്ഥാനത്തിൽ യാത്ര ചെയ്യും? പൈസ കൊടുത്ത് യാത്ര ചെയ്യുകയാണ്. എന്നിട്ടും ഇങ്ങനെയൊക്കെ തന്നെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ലല്ലോ. ഒട്ടും സേഫ് അല്ലാത്തൊരു ട്രെയിനാണ് കേട്ടോ ഇത്. ഇവിടുന്ന് ഇങ്ങനെ ഇനി ഇവിടുന്ന് അപ്പം അങ്ങോട്ട് പോകുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, അമൃത്സറിലോട്ട്. ഈ ട്രെയിനിൻ്റെ അകത്ത് നിന്ന് കയറുമ്പോഴേ നമുക്കൊരു നെഗറ്റീവ് മൈൻഡ് അടിക്കും. ഒട്ടും ഒരു സാഹചര്യം അതനുസരിച്ചാണ് ഈ ട്രെയിൻ ഒരുക്കി വെച്ചേക്കുന്നത്. ട്രെയിനെ കുറ്റം പറയല്ല, ട്രെയിനിൽ യാത്രക്കാർ കാണിച്ചു വെച്ചേക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഓരോ നോട്ടവും കാര്യങ്ങളും. രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തും സംഭവിക്കാം. ടി ഒന്നും നോക്കണ്ട, എങ്ങനെയും കൊല്ലം എത്തിയാൽ മതിയായിരുന്നു. നമ്മൾ കൊല്ലം ഭാഗത്ത് നമ്മളെന്തായാലും നമുക്കുള്ള ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ, കൊല്ലം. നമ്മുടെ ട്രെയിൻ കൊല്ലത്ത് എത്തിയിട്ടുണ്ട്. ഇത് അങ്ങനെ നമ്മൾ കൊല്ലത്ത് വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല അടിപൊളി കൊട്ട വെയിൽ. എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് എത്തി, സമാധാനമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. സമയം എന്തോ ഉച്ചയ്ക്ക് 12:57 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം, മറ്റൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗ് വൈൻഡിങ് അപ്പ്. ബൈ.